അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഫീമാ ലാ യുശ്തറതു തബിയ്യത്തുൻ നിയ്യതി വതഅയ്യീനുഹാ ഫീഹി വമാ യുശ്തറതു. രാത്രി തന്നെ നിയ്യത്ത് വെക്കൽ നിർബന്ധമായതും നോമ്പിനെ പ്രത്യേകമായി നിർണയിക്കേണ്ട നോമ്പും നിർണയിക്കൽ നിബന്ധനയില്ലാത്തതും രാത്രി തന്നെ നിയ്യത്ത് വെക്കൽ നിർബന്ധമില്ലാത്തതുമായ നോമ്പുകളെക്കുറിച്ച് പറയുന്ന പാഠം. ആദ്യം പറയുന്നത് ഏത് നോമ്പാണ് എന്ന് നിർണയിക്കൽ ഷർത്തില്ലാത്ത രാത്രി തന്നെ നിയ്യത്ത് വെക്കൽ നിർബന്ധമില്ലാത്ത നോമ്പിനെ കുറിച്ചാണ്. അമ്മൽ ഖിസ്മുല്ലദി ലാ യുശ്തറതു ഫീഹി തഅയ്യിനുൻ നിയ്യത്തി. നോൽക്കുന്ന നോമ്പിനെ നിർണയിക്കൽ നിയ്യത്ത് കൊണ്ട് നിർണയിക്കൽ ഷർത്തില്ലാത്തതും വലാ തബീതുഹ രാത്രി നിയ്യത്ത് വെക്കൽ നിർബന്ധമില്ലാത്തതും ഫഹുവ അദാഉ റമദാൻ വന്നദറുൽ മുഅയ്യനു സമാനുഹു സമയം നിർണയിക്കപ്പെട്ട നേർച്ച. ഒരു നോമ്പ് നോൽക്കാൻ നേർച്ചയാക്കി എന്ന് പറയുന്നിടത്ത് സമയം നിർണയിക്കുന്നില്ല. തിങ്കളാഴ്ച നോൽക്കാൻ നേർച്ചയാക്കി എന്ന് പറയുന്നിടത്ത് സമയം നിർണയിക്കുന്നുണ്ട്. സമയം നിർണയിക്കപ്പെട്ട നോമ്പും വന്നഫ്ലു സുന്നത്ത് നോമ്പും ഫേസിഹു നിയ്യത്തും മിനൽ ലൈൽ. ഈ മൂന്ന് നിസ്കാരത്തിലും നോമ്പിലും രാത്രി മുതൽ തന്നെ നോമ്പ് നോൽക്കൽ നിയ്യത്ത് വെക്കൽ സ്വഹീഹാണ്. അതാണ് അഫ്ളൽ. രാത്രി തന്നെ ഷർത്തില്ല, പക്ഷേ സ്വഹിയാകും. രാത്രി മുതൽ നിയ്യത്ത് വെച്ചാൽ സ്വഹിയാകും. മനസ്സുകൊണ്ടാണ് വിചാരിക്കുക നാളെ നോമ്പ് വെൽക്കണം എന്നാണ് വിചാരിക്കുക. അതെ 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 അതെ. ഏതുവരെ ആ നിയ്യത്ത് വെക്കാം? രാത്രി മഗ്‌രിബ് മുതൽ തുടങ്ങാം, നോമ്പ് തുറന്നത് മുതൽ. ഏതുവരെ? ഇലാമാ ഖബല നിസ്ഫിൻ നഹാർ, അർദ്ധ പകലിൻ്റെ പകുതി സമയം വരെ പറ്റും, നട്ടുച്ച വരെ. നമ്മൾ പറഞ്ഞു അക്സറുൻ നഹാറിൽ നിയ്യത്ത് ഉണ്ടാകുക എന്നുള്ളതാണ് കാര്യം. അക്സറുൻ നഹാറിലായിരിക്കണം നിയ്യത്ത് വരേണ്ടത്. അപ്പോൾ ഉച്ചൻ്റെ മുമ്പ് വെച്ചാൽ മതി. അപ്പം പിന്നെ ഫുള്ള് നിയ്യത്തിച്ച മാതിരിയായി. അലല്ല സ്വഹി പ്രബലമായ പ്രായത്തിൽ ഈ മൂന്ന് നോമ്പിൻ്റെയും കാര്യമാണ് പറയുന്നത്. വനിസ്ഫുൻ നഹാരി മിൻ തുലൂഇൽ ഫജ്രി ഇലാ വഖ്തിൽ ലഹ്വത്തിൽ കുബ്റ. ഈ നിസ്ഫുൻ നഹാർ എന്ന് പറഞ്ഞാൽ ഏതാ? അത് തുലൂഇൽ ഫജ്ർ മുതൽ, സൂര്യൻ ഫജ്ർ ഒളിവായത് മുതൽ ഇലാ വഖ്തി ലഹ്വത്തിൽ കുബ്റ, നട്ടുച്ച സമയത്തിൻ്റെ തൊട്ട് മുമ്പ് വരെയാണ്, അല്ലെങ്കിൽ ആ സമയം വരെയാണ്. ആ ലഹ്വത്തുൽ കുബ്റ എന്ന് പറഞ്ഞാൽ എന്താ? നട്ടുച്ച സമയം അല്ലേ? ലഹ്വത്തുൽ കുബ്റ ഏതാ? അല്ല നട്ടുച്ചന്നല്ലേ? കുബ്റ എന്ന് പറയുന്നുണ്ടല്ലോ, വലിയ വെളിച്ചം എന്ന് പറഞ്ഞാൽ സാധാരണയിൽ അത് രണ്ടാം അഭിപ്രായമുണ്ട്. ഹനഫി ഷാഫി മദ്ഹബിൽ ഒന്നാന്നാണ് അഭിപ്രായം. രണ്ടാന്ന് പറഞ്ഞവരും ഉണ്ട് ഷാഫി മദ്ഹബിൽ. യസിഹു ഐദൻ ബി മുത്ലഖിൻ നിയ്യത്തി. ഇനി അടുത്ത നിയ്യത്തിലേക്ക് പോവാണ്. നിയ്യത്ത് എങ്ങനെയായിരിക്കണം? മുത്ലഖുൻ നിയ്യത്ത് മതി. എന്തെങ്കിലും ഒരു വിശേഷമൊന്നും കൊടുക്കാതെ തന്നെ നോമ്പ് വിളിക്കുക എന്നുള്ള ഒരു നിയ്യത്ത് ലിമയ. അപ്പോൾ അതിൻ്റെ ഏത് റമദാൻ നോമ്പ് അങ്ങനെയൊന്നും പറയണമെന്നില്ല എന്നർത്ഥം. അതാണ് മുത്ലഖുൻ നിയ്യത്ത് പറഞ്ഞത്. നോമ്പ് വിളിക്കുക എന്ന് പറഞ്ഞാൽ മതി, റമദാൻ നോമ്പ് എന്നൊന്നും പറയണമെന്നില്ല. കാരണം റമദാനല്ലാത്ത നോമ്പില്ലല്ലോ. ഒബിനിയത്തിൻ നഫ്ലി വലോ കാന മുസാഫിറൻ ഔ മരീദൻ ഫിൽ അസഹി. ഇനി നഫ്ലി എന്ന് നിയ്യത്ത് വെച്ചാലും മതി. റമദാനിലെ സുന്നത്ത് എന്ന് കരുതിയാലും മതി, റമദാൻ മാസത്തിൽ അല്ലെങ്കിൽ നേർച്ചയാക്കപ്പെട്ട നോമ്പിലൊക്കെ. ഔ അവൻ യാത്രക്കാരനാണെങ്കിലും അല്ലെങ്കിൽ രോഗിയാണെങ്കിലൊക്കെ
ബിനിയത്തിൻ നഫിലി അയ്യതാൻ മുത്തലഖ് നീയത്ത് മതി, അബിന് നീയത്ത് നഫില് മതി. അങ്ങനെ വെക്കണം എന്നല്ലേ പറഞ്ഞു, അങ്ങനെ വെച്ചാലും കുഴപ്പമൊന്നുമില്ല. റമദാന് സുന്നത്താണ് എന്ന് കരുതാഞ്ഞാൽ മതി. റമദാൻ ഫർദ് തന്നെയാണല്ലോ. ഇനിയിപ്പോൾ സുന്നത്ത് എന്ന് കരുതിയാലും കുഴപ്പമൊന്നുമില്ല. വയസ്സിഹു അദാവു റമദാന ബിനിയത്തി വാജിബിൻ ആഖറ. ഇനി റമദാൻ നോമ്പ് വേറൊരു നോമ്പ് നിർബന്ധമായ നോമ്പിനെ കരുതിയാൽ റമദാൻ നോമ്പ് കിട്ടും. അല്ലേ വേറൊരു വാജിബായ നോമ്പിനെ കരുതി, ഞാൻ നേർച്ചോമ്പ് എന്ന് കരുതി, എന്നാലും കിട്ടും റമദാൻ നോമ്പ്. ബിനിയത്തി വാജിബിൻ ആഖറ, മറ്റൊരു വാജിബിനെ കരുതൽ കൊണ്ട്. നിർബന്ധമായ നേർച്ചയൊക്കെ ആയിരിക്കും ഉദ്ദേശിക്കുന്നത്. ലിമങ്കാന സ്വഹീഹ മുഖീമൻ, ആരോഗ്യവാനായ നാട്ടിലുള്ള യാത്രക്കാരനല്ലാത്ത ഒരാൾ ഇനി റമദാൻ മാസം എന്ന് പറയാതെ വേറൊരു വാജിബായ നിയ്യത്ത് വെച്ചാലും മതി. വിശേഷിപ്പിച്ചു കൊടുത്ത് പഴച്ചു എന്നല്ലേ ഉള്ളൂ, ഒരു കുഴപ്പമില്ല. ബിഖിലാഫിൽ മുസാഫിരി, യാത്രക്കാരൻ അങ്ങനെയല്ല. കാരണം അവന് റമദാൻ ദിവസം നിർബന്ധമല്ല. അവനെ സംബന്ധിച്ചിടത്തോളം ഫൈനഹു യഖഉ അമ്മ നവാഹു മിനൽ വാജിബി, അവൻ നിർബന്ധമായ നോമ്പിൽ നിന്ന് ഏതാണോ കരുതിയത് അതാണ് സംഭവിക്കുക. നേർച്ചയാണെങ്കിൽ നേർച്ച, കാരണം യാത്രക്കാരൻ എന്തെങ്കിലും നോമ്പ് നിർബന്ധം ഇല്ലല്ലോ. ഒരഭിപ്രായമുണ്ട് റമദാൻ തന്നെ ആവുക. വഖ്തിലിഫ തർജീഹു ഫീൽ മരീദ് ഇദാ നവാ വാജിബൻ ആഖറ ഫി റമദാന. റമദാൻ മാസത്തിൽ രോഗി മറ്റൊരു വാജിബിനെ കരുതി, റമദാൻ അല്ലാത്ത മറ്റൊരു നിർബന്ധമായ നോമ്പിനെ കരുതി, നേർച്ച നോമ്പിനൊക്കെ കരുതിയാൽ അവിടെ എന്താ പ്രബലം? വ്യത്യാസമായ അഭിപ്രായമുണ്ട്. യാത്രക്കാരൻ്റെ കാര്യത്തിൽ അവൻ എന്താണോ കരുതിയത് അതാണ് ഉണ്ടാവുക, റമദാനല്ല ഉണ്ടാവുക. റമദാൻ കരുതിയ റമദാൻ ഉണ്ടാവും, റമദാൻ അല്ലാത്ത കരുതി റമദാൻ അല്ലാത്ത ഉണ്ടാവും. രോഗിൻ്റെ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇതാ നവാബിനെ കരുതിയാൽ വാജിബൻ ആഖറ, മറ്റൊരു നിർബന്ധമായ നോമ്പിനെ ഫി റമദാനിൽ. ഇത് റമദാൻ്റെ കാര്യമാണ് പറയുന്നത്. ഇനി നേർച്ച നോമ്പിൻ്റെ കാര്യം, അവിടെ നേർച്ച നോമ്പ് എന്ന് തന്നെ കരുതിയാലേ പറ്റുള്ളൂ, വേറെ നിയ്യത്തോട് പറ്റൂല. വ്യാഴാഴ്ച ഞാൻ നോമ്പ് വെക്കാൻ നേർച്ചയാക്കി എന്ന് പറഞ്ഞിട്ട് ഞാൻ തിങ്കളാഴ്ച നോമ്പ് കരുതിയെങ്കിൽ എന്താവൂല, വ്യാഴാഴ്ചൻ്റെ നേർച്ച നോമ്പാകൂല. യാത്രക്കാരനെ സംബന്ധിച്ചിടത്തോളം അവൻ എന്താണോ കരുതുന്നത് അതാണ് ആവുക. റമദാനിനെ സംബന്ധിച്ചിടത്തോളം റമദാനിൽ ഇനി വേറെ കരുതിയാലും റമദാനാവുക എന്ന് പറഞ്ഞു. അപ്പോൾ രോഗിയോ ഓക്കെ. വലാ യസിഹുൽ മൻസൂറുൽ മുഅയ്യനു സമാനുഹു, സമയം നിർണ്ണയിക്കപ്പെട്ട നേർച്ച നോമ്പ് സ്വഹിയാകൂല ബിനിയ്യത്തി വാജിബിൻ ഗൈരിഹി, മറ്റൊരു നിർബന്ധമായ നോമ്പിനെ കരുതിയാൽ. ബൽ യഖഉ അമ്മാ നവാഹു മിനൽ വാജിബി, അവൻ നിർബന്ധമായ ഏത് നോമ്പിനെയാണോ കരുതിയത് ആ നോമ്പിനെ തൊട്ടാണ് ആ നേർച്ച, ആ നോമ്പ് സ്വഹിയാവുക. നേർച്ച നോമ്പാകുമ്പോൾ നേർച്ച നോമ്പിൽ പയക്കാൻ പാടില്ല. റമദാൻ മാസത്തിലാവുമ്പോൾ കുറേ ഇളവുണ്ട്. ഞാൻ നോമ്പ് വെൽക്കുന്നു എന്നവർ പറഞ്ഞാലും നോമ്പാവും, ഞാൻ സുന്നത്ത് നോമ്പ് വെൽക്കുന്നു എന്ന് പറഞ്ഞാലും നോമ്പാവും. ഇനി റമദാനിൽ ഞാൻ എൻ്റെ നേർച്ച നോമ്പ് വെൽക്കണമെന്ന് പറഞ്ഞു, എന്നാലും ഇത് റമദാനേ ആവുള്ളൂ. യാത്രക്കാരൻ്റെയും രോഗിയുടെയും കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. വലാ യസിഹു എന്ന് പറഞ്ഞാൽ ഒഴിവായി പോകുന്നതല്ല, ഉത്തരവാദിത്വം ഒഴിവാകൂലാൽ മൻസൂറുൽ മുഅയ്യനു സമാനുഹു, സമയം നിർണ്ണയിക്കപ്പെട്ട നേർച്ച നോമ്പിൻ്റെ ഉത്തരവാദിത്വം ഒഴിവാകൂല ബിനിയ്യത്തി വാജിബിൻ വൈരിഹി, വേറെ നിർബന്ധമായൊരു നോമ്പിനെ കരുതിയാൽ. ബൽ മറിച്ച് യഖഉ, ആ നോമ്പ് സംഭവിക്കുക അമ്മാ നവാഹു, അവന് കരുതിയ നിർബന്ധമായ നോമ്പാണ്. പിന്നെ വമൽ ഖിസ്മുസ്താനി, രണ്ടാമത്തെ ഖിസ്മ ഏതാ? മാ യുസ്തറത്ത് ഫീഹി തഅയ്യിനു നിയ്യതി വ തബീതുഹ, രാത്രി തന്നെ നിയ്യത്ത് വെക്കണം, നോമ്പ് ഏതാണ് എന്ന് നിർണ്ണയിക്കും വേണം. അതേതാ? അത് അപ്പോഴേ എന്താവുള്ളൂ, അത് അവൻ്റെ നോമ്പ് ഉത്തരവാദിത്വം ഒഴിവാകുള്ളൂ. നമ്മൾ പറഞ്ഞില്ലേ, സ്വഹിയായ നോമ്പാകും മുക്കല്ലഫിനത്തോട് ഉത്തരവാദിത്വം ഒഴിവാകും, ആഖിറത്തിൽ കൂലിയും കിട്ടും എന്നറിഞ്ഞില്ലേ നേരത്തെ. നോമ്പിൻ്റെ ഹുക്കം എന്താണെന്ന് ചോദിച്ചപ്പോൾ മുക്കല്ലഫിൻ്റെ ഉത്തരവാദിത്വം ഒഴിവാകും, ആഖിറത്തിൽ കൂലിയും കിട്ടും എന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ഉത്തരവാദിത്വം ഒഴിവാകാൻ നിയ്യത്ത് തഅയ്യിൻ ചെയ്യാനും തബീത്ത് ചെയ്യാനും നിർബന്ധമായിട്ടുള്ളത് ഖളാഉ റമദാൻ, റമദാൻ മാസത്തിൽ നോമ്പ് ഖളാവിട്ടലാണ്. അപ്പോൾ ഖളാഉ മാ അഫ്സദഹു മിൻ നഫിലിൻ, ഇനി സുന്നത്തായ നോമ്പ് ഒരാൾ ബാത്തിലാക്കി കളഞ്ഞു,
അയാൾക്ക് ഖളാ കിട്ടണം. അതിനെ നിർണ്ണയിക്കാൻ തന്നെ വേണം, രാത്രി തന്നെ നിയ്യത്ത് വെക്കണം. അതുപോലെ സൗമുൽ കഫാറാത്തി, കൊലപാതകം ചെയ്തു, ലിഹാർ ചെയ്തു, അങ്ങനെയുള്ളതിനൊക്കെയുള്ള കഫാറത്തിൻ്റെ നോമ്പും അങ്ങനെയാണ്. ബി അൻവാഹി, ആ കഫാറത്തിൻ്റെ എല്ലാ ഇനങ്ങളും അതിൽപ്പെട്ടു. സത്യം പഴിപ്പിച്ചതിനുള്ള കഫാറത്ത്, അല്ലെങ്കിൽ ഹജ്ജിൻ്റെ ഒക്കെ കഫാറത്തൊക്കെ ഉണ്ടല്ലോ, തമത്തുവിൻ്റെ നോമ്പ്, അങ്ങനെയൊക്കെയുള്ള വന്നദുറുൽ മുത്തലഖു. അതുപോലെ തന്നെ ഒരു സമയം നിർണ്ണയിക്കപ്പെടാത്ത നേർച്ച നോമ്പും. സമയം നിർണ്ണയിക്കപ്പെടാത്ത നേർച്ച നോമ്പിനും രാത്രി നിയ്യത്ത് വെക്കണം. ഏത് നോമ്പാണ് എന്ന് നിർണ്ണയിക്കുകയും വേണം. കഖൗലിഹി ഇൻ ശഫല്ലാഹു മരീദി, അള്ളാഹുവിൻ്റെ രോഗം സുഖപ്പെടുത്തി തന്നാൽ ഫാലിയ സൗമു യോമിൻ, ഏതെങ്കിലും ഒരു ദിവസം നോമ്പോൽക്കാൻ ഞാൻ നേർച്ചയാക്കി എന്ന് പറഞ്ഞു. ഫഹസല ഷിഫാവു, അങ്ങനെ അവന് രോഗശമനം കിട്ടിയാൽ ആ നിയ്യത്ത് രാത്രി ചെയ്യണം. അതിനു വേണ്ടിയുള്ള നിയ്യത്താവുകയും വേണം. കേവലം നോമ്പോൽക്കുക എന്ന് റമദാൻ മാസത്തിന് നിയ്യത്ത് ചെയ്ത പോലും മതിയാവില്ല. ഫസ്ലും ഫീമാ യസ്ബുതു ബിഹിൽ ഹിലാലു വഫീ സൗമിൻ ഫി സൗമി ഷക്കി വഗൈരിഹി. മാസപ്രവി സ്ഥിരപ്പെടുന്നത് എങ്ങനെയാണ്? ഈ ഷക്കിൻ്റെ ദിവസത്തെ നോമ്പ് എന്താണ്? അതൊക്കെയാണ് ശഅബാൻ 30 അന്ന് മാസപ്പിറവി കാണുമെന്ന് നോക്കൽ എല്ലാവരെയും ഫർദ് കിഫയായ കാര്യമാണ്. കാരണം അതെല്ലാവരും ഉത്തരവാദിത്തമാണല്ലോ. അപ്പോൾ യസ്ബുത്ത് റമദാനു ബി റുയത്തി ഹിലാലിഹി, മാസപ്പിറവി കണ്ടാൽ സൂമൂലു റുയത്തി വാഫ്തിറൂലു, കണ്ടതിൻ്റെ പേരിൽ നോമ്പ് പറ്റുള്ളൂ, കണ്ടതിൻ്റെ പേരിൽ നോമ്പ് മുറിച്ചോളൂ. ഫൈനു ഉമ്മ അലൈക്കും, നിങ്ങൾക്കും എന്തുണ്ടായി? മേഘം മൂടിയാൽ ഫാക്മിലോ ഇദ്ദത്ത ശഅബാന സലാസീൻ, ശഅബാൻ മാസം 30 നിങ്ങൾ പൂർത്തിയാക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ കാണുക എന്നുള്ളതാണ് മാനദണ്ഡം, ആകാശത്തിൽ ഉണ്ടാകുക എന്നുള്ളതല്ല മാനദണ്ഡം. അല്ലെങ്കിൽ ഒന്നിക്കൽ 30 അന്ന് മാസപ്പിറവി കാണുക, ഔ ബാദ ശഅബാന സലാസീൻ, അല്ലെങ്കിൽ ശഅബാൻ 30 ശേഷം നിർബന്ധമാവും. ശഅബാൻ 30 പിന്നെ ഇനി വേറെ മാസപ്പിറവി കാണുന്നും വേണ്ട. ഇൻ ഹുമ്മൽ ഹിലാൽ, മേഘം കൊണ്ടോ പൊടി കൊണ്ടോ മാസപ്പിറവി കാണുന്നില്ലെങ്കിൽ ശഅബാൻ 30 ശേഷവും നിർബന്ധമാകും. യൗമു ഷക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ഹുവ മാ യലി താസിയ വൽ ഇശ്രീന മിൻ ശഅബാൻ, ശഅബാൻ 29 പിറകെയുള്ള ദിവസമാണ്. വഖദ് ഇസ്തവ ഫീഹി തറഫുൽ ഇൽമി വൽ ജഹ്ലി, അറിവിൻ്റെയും അറിവില്ലായ്മയുടെയും 2 വശങ്ങളും അതിൽ തുല്യമായി. അതെങ്ങനെയാണ്? വിശദീകരിക്കുക. ബിഅൻ ഉമ്മൽ ഹിലാലു, മാസം മേഘം മൂടി. അപ്പോൾ ശഅബാൻ പൂർത്തിയാകാനും സാധ്യതയുണ്ട്, കുറയാനും സാധ്യതയുണ്ട്. അന്ന് നോമ്പ് വിൽക്കാൻ പാടില്ല. സ്ഥിരീകരിച്ചതിന് ശേഷം എന്ത് ചെയ്യും? മറ്റുള്ള നോമ്പ് വിൽക്കാൻ. ഉമശക്ക് സംശയമുള്ള ദിവസം ശഅബാൻ 29 30 മാസപ്പിറവി മേഘമുണ്ട്, ആ മേഘം ഉണ്ടായതുകൊണ്ട് കാണാത്തതാണോ അല്ലാതെ ഇല്ലാത്തതുകൊണ്ട് കാണാത്തതാവണോ എന്നൊക്കെ ഒരു സംശയം വന്നു കഴിഞ്ഞാൽ സംശയമുള്ള ദിവസമാണ്, അന്ന് നോമ്പ് വിൽക്കാൻ പാടില്ല. 30 പൂർത്തിയായ പിന്നെ ഓക്കെ, നോമ്പായി. നമ്മൾ പറഞ്ഞല്ലോ ഔ ബാദ ശഅബാന സലാസീൻ, ശഅബാൻ 30 കഴിഞ്ഞാൽ പിന്നെ നോമ്പ് നിർബന്ധമാവെന്ന് പറഞ്ഞല്ലോ, റമദാൻ നിർബന്ധമാവെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ മാസം കണ്ടു എന്നുള്ള വിവരം കിട്ടിയിട്ടില്ല. ജനങ്ങളൊക്കെ മാസപ്പിറവി കണ്ടെന്ന് ഇങ്ങനെ പറയാം, അത് ഖാദിൻ്റെ അടുത്തിട്ട് സ്ഥിരപ്പെടാതിരിക്കുകയും ചെയ്യാം. ഇനി ഹദീസുണ്ട് ആ വിഷയത്തിലൊക്കെ. അപ്പോൾ കുരിഹ ഫീഹി കുല്ലു സൗമിൻ, ഈ സംശയ ദിവസത്തിൽ എല്ലാ നോമ്പും കറാഹത്താണ്. ഇല്ലാ സൗമൻ നഫിലിൻ, സുന്നത്ത് നോമ്പൊഴികെ എല്ലാ നോമ്പും. ജസമു ബിഹി ബിലാ തർദീദിൻ ബൈനഹു വബൈന സൗമിൻ ആഖറ. അപ്പോൾ പറയുന്നത് സുന്നത്ത് നോമ്പ്, അവന് ആ നോമ്പും റമദാൻ്റെ നോമ്പ് എന്ന രീതിയിൽ തറദ്ദുദൊന്നുമില്ല, ഓൻ ഉറപ്പാണ് അന്ന് റമദാനില്ല എന്ന്. അങ്ങനെ ആകുമ്പോൾ അന്ന് സുന്നത്ത് നോമ്പ് വിൽക്കാം. ഇല്ലാ സൗമൻ നഫിലിൻ, സുന്നത്ത് നോമ്പ് ഒഴികെ. ജസമ ബിഹി, ആ സുന്നത്ത് നോമ്പാണ് എന്ന് ഉറപ്പിക്കുന്നു. ബിലാ തർദീദിൻ ബൈനഹു ബൈന സൗമിൻ ആഖറ, ആ നോമ്പിൻ്റെയും മറ്റ് നോമ്പിൻ്റെയും യാതൊരു സംശയമില്ലാത്ത വിധത്തിൽ. അപ്പോൾ യൗമു ശക്ക് എന്ന് പറയാൻ പറ്റൂലല്ലോ. അങ്ങനെ ആകുമ്പോൾ സുന്നത്ത് നോമ്പ് വിൽക്കാം. പക്ഷേ ജനങ്ങളൊന്നും അറിയാത്ത രീതിയിലായിരിക്കണം എന്നുള്ളതാണ്.
വൈൻ ലഹറ അന്നഹു മിൻ റമദാൻ അജ്സ അൻഹു മാ സ്വാമഹു. ഇനി അങ്ങനെ നോറ്റു, അങ്ങനെ അത് റമദാൻ ആയിരുന്നു അവനെന്ന് ബോധ്യപ്പെട്ടാൽ അജ്സ അൻഹു മാ സ്വാമഹു, നോറ്റത് റമദാന് മതിയാവുകയും ചെയ്യുന്നതാണ്. വൈൻ റദ്ദദ ഫീഹി ബൈന സുയാമിൻ വ ഫിത്തിരിൻ. ഇനി അതിലവന് സംശയം, ഒരു വ്യക്തിക്ക് സംശയം, ബൈന സുയാമിൻ വ ഫിത്തിരിൻ, നോമ്പ് നോൽക്കണോ നോമ്പ് മുറിക്കണോ എന്നതിൽ തറദ്ദുദാണെങ്കിൽ ലാ യകൂനു സ്വായിമൻ, നോമ്പുകാരനാവുകയില്ല. അതാണ് ജസമ ബിഹി, ആ നോമ്പോട് നന്നായിട്ട് ഉറപ്പിച്ചു എന്ന് പറയുന്നത്. തറദ്ദുദാകാൻ പാടില്ല, നോമ്പ് വേണോ വേണ്ടേ എന്നുള്ള തറദ്ദുദൊന്നും പാടില്ല. തറദ്ദുദ് ഉണ്ടായിക്കഴിഞ്ഞാൽ കറാഹത്താണ്, സഹിയാവില്ല. കുരിയ സോബ് യോമിനോ യോമിന് ബിനാഖിരി ഷാബാൻ, ഷാബാൻ്റെ അവസാനത്തെ ഒരു ദിവസമോ 2 ദിവസമോ നോമ്പ് ഒരിക്കൽ കറാഹത്താണ്. അതിന് മുമ്പ് നോൽക്കുന്നുണ്ടെങ്കിലേക്ക് ലാ ഇക്റഹു ഫൗഖഹുമ, രണ്ടിൻ്റെ മുകളിലാണെങ്കിൽ കറാഹത്തില്ല. വയോമുറുൽ മുഫ്തി ലാമത്ത ബി തലബും, അതേസമയത്ത് മുഫ്തി സാധാരണക്കാരോട് പറയേണ്ടത് ബി തലബും, നോമ്പ് ഒലിക്കാതെ നോമ്പിനെ നിയ്യത്ത് ചെയ്യാതെ കാത്തിരിക്കാനാണ് പറയേണ്ടത് യോമശക്കി സംശയ ദിവസത്തിൽ. കാരണം ഫർളായ നോമ്പിനാണല്ലോ അവിടെ പ്രാമുഖ്യം കൊടുക്കേണ്ടത്. അപ്പോൾ പിന്നെ സുമ്മ ബിൽ ഇഫ്താരി ഇതാ ദഹബ വക്തു നിയ്യത്തി, നിയ്യത്തിൻ്റെ സമയം കഴിഞ്ഞാൽ പിന്നെ നോമ്പ് മുറിക്കാനും വേണം പറയാം. നോമ്പ് നോൽക്കണ്ടെന്ന് പറയാം, തലബൂമ് എന്ന് പറഞ്ഞാൽ നോമ്പ് നോൽക്കണ്ടെന്ന് പറയാം സംശയത്തിൻ്റെ ദിവസം. എന്നിട്ട് സുമ്മ സാധാരണക്കാരോട് കൽപ്പിക്കുക ബിൽ ഇഫ്താർ, നോമ്പ് മുറിക്കാൻ ഇതാവ വക്തു നിയ്യത്ത്, നോമ്പ് മുറിക്കാൻ എന്ന് പറഞ്ഞാൽ നോമ്പ് വേണ്ടെന്ന് പറയാം നിയ്യത്തിൻ്റെ സമയം കഴിഞ്ഞാൽ. അതേതാ നട്ടുച്ച സമയമല്ലേ, ദഹവത്തുൽ കുബ്രയാണല്ലോ. ഒല മെത്തബയ്യനിൽ ഹാലു, ഇവിടെ കാര്യമൊന്നും ബോധ്യപ്പെട്ടിട്ടില്ലെങ്കിൽ വയസൂമു ഫീഹി അൽ മുഫ്തി വൽ ഖാദി, ആ അന്ന് നോമ്പ് ഒലിക്കുക, ഖാദിയും മുഫ്തി എന്ത് ചെയ്യുക സുന്നത്ത് നോമ്പ് നോൽക്കുകയും ചെയ്യുക. ഒമൻഖാന മിനൽ ഖവാസി, പിന്നെ പ്രത്യേകക്കാരായ ആളുകൾ നോമ്പ് ഒലിക്കുക. ഓഹു അമൻ യതമക്കനു ലബത്തി നഫ്സിഹി അനി തർദീദി ഫി നിയ്യത്തി മുനാഹദത്തി കൗനിഹി അനിൽ ഫർദി. ആരാണ് ഖവാസ് പ്രത്യേകക്കാർ എന്ന് പറയുന്നത്? മൻ ഒരുത്തൻ, യതമക്കനു മിൻ ലബത്തി നഫ്സിഹി, അവൻ്റെ മനസ്സിനെ അവന് നിയന്ത്രിക്കാൻ സാധിക്കും, അനി തർദീദ് ഫി നിയ്യത്തി, നിയ്യത്തിനുള്ള തർദീദ്, വേണോ വേണ്ടേ എന്നുള്ള തർദീദ്, അതിനത്തോട് സൂക്ഷിക്കാൻ പറ്റും. അവൻ മുലാഹദത്ത് കൗനിഹി അനിൽ ഫർദി, അത് ഫറലാവുക എന്ന കാഴ്ചപ്പാടിനത്തോടും സൂക്ഷിക്കാൻ പറ്റും. അത് ഫറലല്ല സുന്നത്താണ് എന്ന് കരുതിയാൽ മതി. അപ്പോൾ സുന്നത്താണ് എന്ന് ഉറപ്പിച്ച നിയ്യത്തിൽ യാതൊരു തറദ്ദുദും വരാത്ത വ്യക്തിക്ക്, സാധാരണ പ്രത്യേകക്കാർക്കും എന്ത് ചെയ്യുക, അന്ന് നോമ്പ് നോൽക്കുന്നതാണ്. ഷാഫി മദബിൽ റമദാൻ പകുതി കഴിഞ്ഞാൽ നോമ്പ് നോൽക്കാൻ പാടില്ല എന്നാണ്. നമ്മളെ മദബിൽ 1-2 ദിവസത്തിൻ്റെ മുകളിലാണെങ്കിൽ നോൽക്കുക, 1 ദിവസമോ 2 ദിവസമൊക്കെ അവസാനത്തിന് നോമ്പ് നോൽക്കൽ കറാഹത്താണെന്നുള്ളത്. ഷാഫി മദബിൽ ഷാബാൻ 15 മുമ്പ് നോൽക്കുന്ന പതിവുണ്ടെങ്കിൽ പറ്റും, അല്ലെങ്കിൽ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയൊക്കെ നോമ്പ് എടുക്കണം എന്തെങ്കിലും പതിവുണ്ടെങ്കിൽ ആ പതിവ് എന്ന രീതിയിൽ പറ്റും. അല്ലാതെ ഷാബാൻ്റെ പകുതിക്ക് ശേഷം ചെയ്യാൻ പറ്റില്ല. കാരണം ഷാബാന് ശേഷം നോമ്പ് തുടങ്ങിയാൽ പിന്നെ ക്ഷീണവും പിന്നെ റമദാൻ എന്ന ഫർള് പൂർത്തിയാക്കാൻ കഴിയാത്ത സാഹചര്യം വരും. അപ്പോൾ ഷെക്കിൻ്റെ ദിവസത്തിൽ മുഫ്തിക്കും ഖാദിക്കൊക്കെ നോമ്പ് നോൽക്കാമെന്നാണ് പറയുന്നത്, സുന്നത്ത് നോമ്പ്. മറ്റവരോട് തീരെ നോൽക്കണ്ടെന്നും പറയാം. മുഫ്തി ഖാദി കാര്യങ്ങളൊക്കെ അറിയുന്ന ആളുകൾ, നിയ്യത്തിലൊന്നും തർദീദില്ലാത്ത, അത് ഫർളായ നോമ്പാണ് എന്നൊന്നും തീരെ മനസ്സിൽ വരാത്ത ആളുകൾക്ക് എന്ത് ചെയ്യുക, നോമ്പ് നോൽക്കാം. ആ തുടക്കത്ത് പറഞ്ഞത് കുരിഹ ഫീഹി കുല്ല സോമിൻ, ഷെക്കിൻ്റെ ദിവസത്തിൽ എല്ലാ ദിവസവും നോമ്പ്, എല്ലാ നോമ്പും കറാത്താണ്. ഇല്ലാ സോമ നഫിലിൻ, സുന്നത്ത് നോമ്പൊഴികെ. ജസമ ബിഹി, അത് സുന്നത്താണ് എന്നവൻ ഉറപ്പിച്ചു. ബിലാ തർദീദിൻ ബൈനഹു ബൈനി സൗമിൻ ആഖറ, ആ നോമ്പാണോ ഫർദ് നോമ്പാണോ എന്ന സംശയങ്ങൾക്കൊന്നും ഇട നൽകാതെ സുന്നത്താണ് എന്ന് ഉറപ്പിച്ച വ്യക്തിക്ക് അന്ന് നോമ്പ് എടുക്കാം. സാധാരണക്കാർക്ക് അങ്ങനെ, അത് റമദാനെങ്കിൽ റമദാന്, സുന്നത്ത് നോമ്പെങ്കിൽ സുന്നത്ത് നോമ്പ് എന്നുള്ള തർദീദാണ് ഉണ്ടാവുക. അങ്ങനെ സുന്നത്താണ് എന്ന് ഉറപ്പിച്ച് നോൽക്കുകയും പിന്നെ റമദാനാണെന്ന് ബോധ്യപ്പെട്ടാൽ ആ റമദാനത്തോടെ മതിയാവുകയും ചെയ്യും, കുഴപ്പമില്ല. തർദീദ് ഉണ്ടായാൽ നോമ്പ് വേണോ മുറിക്കണോ വേണ്ടേ, ഈ രീതിയിൽ റമദാൻ ആണെങ്കിൽ നോമ്പ്, റമദാൻ അല്ലെങ്കിൽ നോമ്പില്ല എന്ന രീതിയിൽ തർദീദ് ഉണ്ടായാലോ എന്ന് ഒരിക്കലും നോമ്പുകാരനാകൂല. അതാണ് ഉറപ്പാക്കണം എന്നാണ്. എങ്ങനെ ആയാലും നോൽക്കാനാണ് തീരുമാനിക്കുക, റമദാൻ ആയാലും അല്ലെങ്കിലും. അതാണ് സൗമു നഫിലിന് ഉറപ്പായ സുന്നത്ത് നോമ്പ് ഒഴികെ എന്ന് പറഞ്ഞാൽ. അവിടെ എന്ത് ചെയ്യാൻ പാടില്ല, ആ നോമ്പാണോ ഫർദ് നോമ്പാണോ തർദീദ് പാടില്ല. മുറിക്കണോ നോൽക്കണോ, റമദാൻ ആണെങ്കിൽ എടുക്കുക അല്ലെങ്കിൽ എടുക്കേണ്ട, ആ രീതിയിലൊന്നും ആകുമ്പോൾ കറാഹത്താണ്.
ഇതാണ് ഇപ്പോൾ പറഞ്ഞത്. വസല്ലല്ലാഹു വസല്ലം അലാ സയ്യിദിന മുഹമ്മദിൻ വാലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.